എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിൻസീസ് കിച്ചൺ സ്പെഷ്യൽ ആയിട്ടുള്ള ഓത്തൻറ്റിക് പ്ലം കേക്കിൻ്റെ 2 കിലോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്ലം കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതിന് മുന്നേ നമ്മൾ 1 കിലോ ബേക്കറി സ്റ്റൈലിലുള്ള പ്ലം കേക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്, നമ്മുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിന്. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ പഞ്ചസാര കുറച്ചധികം നേരം അനക്കാതെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നിന്നും ചെറുതായിട്ട് ഉരുകി വരാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ പഞ്ചസാരയുടെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തരികളൊക്കെ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതിൻ്റെ ആവി മുഖത്തേക്ക് അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല ചൂടുള്ള 1 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അതിനുശേഷം ഈ കാരമൽ സിറപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്ന വഴി ഈ പഞ്ചസാര കുറച്ചൊന്ന് കട്ടിയാകും. ഇത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അലിഞ്ഞിട്ട് നന്നായി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ കേക്കിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. നമ്മളിവിടെ 480 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 കപ്പ് മൈദ വരും. 240 മില്ലിയുടെ 4 കപ്പ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ 4 കപ്പിന് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാ പൊടിയും സെപ്പറേറ്റ് ആയിട്ടാണ് ചേർക്കുന്നത്. എല്ലാ പൊടികളും 1/8 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കറുവപ്പട്ട പൊടിച്ചത് ചേർത്തു. അതിനുശേഷം ഏലക്ക പൊടിച്ചത്, ജാതിക്ക പൊടിച്ചത്, ഗ്രാമ്പു പൊടിച്ചത്, പിന്നെ ചുക്കുപൊടി. ഇത്രയാണ് നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അത് നമുക്ക് കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുന്നേ അരിക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാര 350 ഗ്രാമാണ്. ഇത് 1.25 കപ്പ് പഞ്ചസാരയാണുള്ളത്. പൊടിച്ച പഞ്ചസാരയാണ് എപ്പോഴും നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നല്ലത്, കാരണം അത് നന്നായിട്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി നമുക്കൊരു 6 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഒട്ടും തന്നെ തോടൊന്നും ഇല്ലാതെ നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണം. നമ്മളിവിടെ 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 2 കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള അളവാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ലിക്വിഡും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കേക്കിൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കേക്കിന് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ പൊടിയൊന്നും ഇട്ട് മിക്സ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് കൂടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് നട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് കഴിക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. നമ്മളിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ബദാം, പിന്നെ കുറച്ച് പിസ്ത ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പുണ്ട് എല്ലാം കൂടെ. അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും വേണം. അതിൻ്റെ അളവ് ഞാൻ പറയാം. പിന്നെ ഒരു ചെറിയൊരു ഓറഞ്ചിൻ്റെ അതുപോലെ തന്നെ ചെറിയൊരു മഞ്ഞ നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരിച്ച് തന്നെ എടുക്കണം. 1-2 തവണ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ മസാലയും അതുപോലെ ബേക്കിംഗ് പൗഡറും ഒക്കെ ആയി കിട്ടുന്നത്. നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് സ്റ്റാൻഡ് മിക്സറിലാണ്. 2 കിലോയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് മിക്സർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നമ്മളൊരു വൃത്തിയുള്ളൊരു പാത്രത്തിൽ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, ഉപ്പില്ലാത്തതാണ്. 250 ഗ്രാമാണ്. ഇത് 1 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ കേക്കിൻ്റെ ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. 8 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 2 കേക്കായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം 2 കിലോ ഒക്കെ ഒരുമിച്ച് ഒറ്റയടിക്ക് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ 2 കേക്ക് ടിന്നിലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പാൻ എടുക്കേണ്ടി വരും. സ്ക്വയർ ഷേപ്പിലുള്ള വലിയ പാനാണെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലേഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കേക്ക് ചെയ്യുമ്പോഴാണ് കേക്കിനൊക്കെ ഒന്നുകൂടെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത്. ഒരു മാക്സിമം സ്പീഡിലിട്ട് നമുക്ക് ഈ ബട്ടർ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് മാർജറിനും എടുക്കാം. എന്നാണ് മാർജറിൻ വെച്ചിട്ടുള്ള റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബട്ടർ എടുക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ഫ്ലേവർ കേക്കിന് കിട്ടുന്നത്. മാർജറിൻ എടുക്കുമ്പം അത്ര ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റും ലൈറ്റ് വെയ്റ്റും ഒക്കെ ആയിരിക്കും മാർജറിൻ എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ആദ്യം ചെറിയ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അതിന് ശേഷം സ്പീഡൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ബട്ടറും മാർജറിൻ കേക്കും തമ്മിലുള്ള ഡിഫറൻസ് പറയാമെന്ന് പറഞ്ഞിട്ട് വീഡിയോയുടെ അവസാനം പറയാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റിൽ തന്നെയാണ്. ബട്ടർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ ഓയിൽ വെച്ചിട്ട് കേക്ക് ചെയ്യാമോ എന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. കേക്കിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യേണ്ടവർ നമ്മുടെ ഡയബറ്റിക് ഫ്രണ്ട്ലി കേക്ക് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഞാൻ ഓയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതാണ് കമൻറ്റിൽ. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെയും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുട്ട മുഴുവനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനായിട്ട് മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിൽ നിന്നും 1/2 കപ്പ് കാരമൽ സിറപ്പ് നമ്മളിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസ് ആണെന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ 1/2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. കാരമൽ സിറപ്പ് ചേർക്കുമ്പം ബട്ടർ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ തോന്നും. അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം സ്പീഡ് കുറച്ചതിന് ശേഷം വീണ്ടും സ്പീഡ് കൂട്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറേശ്ശെ പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ചെറിയൊരു തവി എടുത്തതിന് ശേഷം കുറേശ്ശെ പൊടി ഇതിലേക്ക് ചേർത്തിട്ട് ഇനി സ്പീഡൊന്ന് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ പകുതി പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡാണ്. റമ്മും വൈനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ സ്പീഡിലിട്ട് വേണം ഇനി ബീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഓറഞ്ചിൻ്റെ തൊലിക്ക് പകരം നിങ്ങൾക്ക് ഓറഞ്ച് എസൻസും ചേർക്കാവുന്നതാണ്. ഫ്രഷായിട്ട് ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ തന്നെ കിട്ടാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ യാതൊരു പ്രിസർവേറ്റീവും ഒന്നും ചേർക്കാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലേവറും ഒന്നും ചേർക്കാതെ ചെയ്യുന്ന കേക്കാണ് എങ്കിൽ കൂടിയും ഇത് 1 മാസത്തിന് മേലെ പുറത്ത് സൂക്ഷിക്കാം. അതായത് കേടാകാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന ആൽക്കഹോൾ ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്തിട്ട് ഇത് കുറച്ചധികം നാൾ കേടാകാതെ ഇരിക്കുന്നൊരു കേക്കാണ്. പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പാറ്റില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ മിക്സ് ആകാതെ എങ്ങും കിടക്കരുത്. അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ മുറിക്കുമ്പോൾ അവിടെ കട്ടയായിട്ട് മാവിരിക്കും. ഇനി അവസാനം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറു സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്നത് 170 ഡിഗ്രിയിലാണ്. വിശദമായിട്ടുള്ള സെറ്റിങ്സൊക്കെ നമ്മൾ വഴിയെ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എവിടെയെങ്കിലും മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചോപ്പ് ചെയ്ത നട്ട്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഫ്രഷായിട്ട് നട്ട്സ് ഇങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ചോപ്പ് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 2 ടിൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ അളന്നിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് 1 കിലോയിൽ കേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പം 1 കിലോയിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് കൂടി നിൽക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ബേക്കായി കഴിയുമ്പോൾ കറക്റ്റ് 1 കിലോ ആകുന്നത്. അങ്ങനെ 2 പാത്രത്തിലും അളന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ പ്രീ ഹീറ്റായി കിടക്കുന്ന അവനാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ റാക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 കേക്കും ഒരേ സമയം തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായി കിടന്ന ഓവൻ നമ്മളിനി 170 ഡിഗ്രി ആയിട്ട് കുറച്ച് വെച്ചിട്ട് ആണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. 1.5 മണിക്കൂർ സമയമാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1 മണിക്കൂർ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു സ്ക്യൂവർ ഇട്ട് നോക്കി, അപ്പോൾ കുറച്ചുകൂടെ റെഡി ആവാനുണ്ടായിരുന്നു. അങ്ങനെ 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ കേക്ക് മൊത്തത്തിൽ ബേക്കായി വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടുതലായിട്ട് ഡാർക്കായി പോകുന്ന സംശയമുള്ളവർക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം 1 മണിക്കൂർ കഴിയുമ്പം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ കേക്ക് രണ്ടും ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഓരോ കിലോ വീതമുള്ള 2 കേക്കുകളാണ്. ഇനി ഇത് ഉടനെ തന്നെ ഡിമോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതുപോലെ നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കട്ട് ചെയ്ത് നോക്കരുത്. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് പ്ലം കേക്ക്, അതായത് റമ്മിൽ സോക്ക് ചെയ്ത പ്ലം കേക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെറിയൊരു കയ്പ്പ് രസം കാണും. അപ്പോൾ അത് കുറച്ച് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ എങ്കിലും ചിലർ കമൻസിലൂടെയും അതുപോലെ അല്ലാതെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേക്ക് കഴിക്കുന്നു എന്തുകൊണ്ടാണ്. അങ്ങനെ വലിയ കയ്പ്പ് വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ കട്ട് ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇരിക്കും തോറും ഈ കേക്ക് നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ കളറ് നല്ല ഡാർക്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിതിലെ കളറിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കാരമൽ സിറപ്പാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആ സോക്ക് ചെയ്ത ലിക്വിഡും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം നല്ല കളറുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കളറ് ആയി കിട്ടും. അപ്പോൾ ചില ആൾക്കാർ പറയും കളറ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന രീതിയും ഒരു പ്രധാന ഫാക്ടറാണ്. നമ്മൾ അടുപ്പിലൊക്കെ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും കളറ് അടുപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ കിട്ടില്ല. അതുപോലെ തന്നെ OTG അവനിൽ ബേക്ക് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക്സൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ ടെക്സ്ചർ ആയാലും അതിൻ്റെ ടേസ്റ്റ് ആയാലും ഒക്കെ നമ്മൾ OTG അവനിൽ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മളൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബട്ടർ പേപ്പറിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്ത് പിന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടും കവർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയായിട്ടുണ്ടെന്ന്. അപ്പോൾ കേക്ക് ഒന്നുകൂടെ കുറച്ച് കളറും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് നമ്മൾ പുറത്തുണ്ടാക്കി വെക്കുമ്പോൾ തന്നെ പൊതിഞ്ഞു വെച്ചാലും അതിൻ്റെ മണമാണ്, നല്ല മണമാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എത്ര കിലോ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഓഫീസിൽ കൊണ്ടുപോകും. അപ്പം ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യാനുള്ള കേക്കുകളാണിത്. അല്ലാതെ നമ്മൾ ഈ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റില്ല. നമുക്ക് മധുരം കഴിക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ഇതെല്ലാം നമ്മളല്ല കഴിക്കുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു ചേർച്ചിൻ്റെ പ്രോഗ്രാമിനും കേക്ക് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ 2 കേക്കുകളാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ സെയിം റെസിപ്പി തന്നെയാണ്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മളിതൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേക്ക് ഇപ്പോൾ 1 കിലോ 36 ഗ്രാം വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറക്റ്റ് 1 കിലോ ഒരു കേക്കാണിത്. അപ്പോൾ 2 കേക്കും ഏകദേശം അത്രയും വന്നിട്ടുണ്ട്. അങ്ങനെ
വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓഥൻറ്റിക് ആയിട്ടുള്ള പ്ലം കേക്കാണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 1 കിലോ കേക്ക് നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ കേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുമല്ലോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 കിലോ കേക്ക് നമ്മൾ ഒറ്റത്തവണയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഹിന്ദി ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. അതും കണ്ടു നോക്കണം. എൻ്റെ ഹസ്ബൻഡാണ് വോയിസ് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ റെസിപ്പിയാണ്. അപ്പോൾ ഹിന്ദിയിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ കാണാത്തവർ തീർച്ചയായിട്ടും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ക്രിസ്മസ് റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്